السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ കബായിർ എന്ന കിതാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. 34 അധ്യായങ്ങളാണ് ഇതുവരെ അൽഹംദുലില്ലാഹ് നമ്മൾ വായിച്ചു പൂർത്തീകരിച്ചത്. വൻപാപങ്ങൾ എന്നാൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ വളരെ ഗുരുതരമായ അപകടമാണ്. നമ്മൾ വായിച്ചു പോയ ഓരോ അധ്യായവും യഥാർത്ഥത്തിൽ നമ്മെ ഒരുപാട് ഭയപ്പെടുത്തേണ്ട അധ്യായങ്ങളാണ്. കാരണം ചെറുതും വലുതുമായ, അഥവാ നമ്മുടെ കണ്ണിൽ ചിലപ്പോൾ ചെറുതാണെന്ന് തോന്നുന്ന, അതല്ലെങ്കിൽ വലിയ പാപം തന്നെയാണ്, പക്ഷേ അത്രയൊന്നും ഗൗരവം കാണിക്കാത്ത അവസ്ഥകൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും പാപങ്ങളത് ചെറുതാവട്ടെ വലുതാവട്ടെ അതിൽ നിന്ന് ഓടി അകലേണ്ടവരാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. 35-ാമത്തെ അധ്യായമായി ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ബാബുൻ അൽ ജഹാലത്തു. അൽ ജഹാല എന്ന് പറഞ്ഞാൽ അദമുൽ ഇൽമ്, അതല്ലെങ്കിൽ ളിദ്ദുൽ ഇൽമ്, അജ്ഞത, അറിവില്ലായ്മ എന്നൊക്കെയാണ് അതിന് അർത്ഥം പറയുക. അൽ ജഹാലത്ത്, അജ്ഞത, അറിവില്ലായ്മ എന്നത് വൻപാപമായി കൊണ്ടാണ് ഷെയ്ഖ് റഹിമഹുല്ലാ ഇവിടെ എണ്ണിയിട്ടുള്ളത്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നോക്കൂ, ഈ ഒരു തലക്കെട്ടിൻ്റെ ഗൗരവം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പടച്ചത് അറിയുവാനും പ്രവർത്തിക്കുവാനും വേണ്ടിയാണ്. ലിതഅലമു എന്നല്ലാഹു പറഞ്ഞിട്ടുണ്ട് സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത്, അഥവാ നിങ്ങൾ അറിയുന്നതിനു വേണ്ടി. അതുപോലെ തന്നെ ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല. അറിയുക, അതനുസരിച്ച് ഇബാദത്ത് ചെയ്യുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. എന്നിരിക്കെ ഒരാൾ പഠിക്കാതിരിക്കുക എന്നത് വൻപാപങ്ങളിലൊന്നാണ്. അഥവാ ഭൗതികമായ വിജ്ഞാനത്തെക്കുറിച്ചല്ല ഖുർആനിലും സുന്നത്തിലും വന്ന അറിവിനെക്കുറിച്ച് വന്ന തെളിവുകൾ അറിയിക്കുന്നത്. മറിച്ച് അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്ന വിഷയമാണ് കിതാബിലും സുന്നത്തിലും അറിവായിട്ട് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ദീനിൽ അവഗാഹം നേടുക, പഠിക്കുക എന്നത് ഓരോരുത്തരുടെയും മേൽ നിർബന്ധമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. ഇൽമ് അന്വേഷിക്കുക, ദീൻ പഠിക്കുക എന്നത് ഓരോ മുസ്ലിം സ്ത്രീ പുരുഷന്മാരുടെ മേലും ഫർളാകുന്നു, അഥവാ നിർബന്ധമാകുന്നു എന്നാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, അറിവ് 2 രൂപത്തിലുണ്ട്. ഫർളു ഐനായ അറിവുമുണ്ട്, ഫർളു കിഫായത്തായ അറിവുമുണ്ട്. ഫർളു ഐനായ അറിവ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും പഠിച്ചിരിക്കൽ നിർബന്ധമായ അറിവ്. അതേതാണ്? ഇസ്ലാം കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ,
ഓരോരുത്തരും ഇടപെടുന്ന മേഖലകൾ, ഒരാൾ കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രാഥമിക വിവരങ്ങൾ അയാൾ പഠിച്ചിരിക്കണം. ഒരാൾ വിവാഹം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രാഥമിക വിവരങ്ങൾ, അറിവുകൾ അയാൾ നേടിയിരിക്കണം. ഇതൊക്കെ ഫർള് ഐനായിട്ടുള്ള ഇൽമിൽപ്പെട്ടതാണ്. ഓരോരുത്തരും പഠിക്കൽ നിർബന്ധമാണ്. അതല്ലെങ്കിൽ അവർ കുറ്റക്കാരായി തീരും. ഇസ്ലാം കാര്യങ്ങൾ അതൊരാൾ പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. ഷഹാദത്തിനെക്കുറിച്ച്, നിസ്കാരത്തെക്കുറിച്ച്, ജക്കാത്തിനെക്കുറിച്ച്, നോമ്പിനെക്കുറിച്ച്, ഹജ്ജിനെക്കുറിച്ച്, ഇതിനെക്കുറിച്ച് പ്രാഥമികമായ അറിവുണ്ടായിരിക്കണം. എന്താണ് ഷഹാദത്ത്? എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണത് താല്പര്യപ്പെടുന്നത്? ഇതൊരാൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. അതുപോലെ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ, അതിൻ്റെ ഫർളുകൾ, അതിലെ നിർബന്ധ കാര്യങ്ങൾ, അതിലെ സുന്നത്തായ കാര്യങ്ങൾ, നിസ്കാരം ബാത്തിലായി പോകുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഒരാൾ പഠിക്കൽ നിർബന്ധമാണ്. സക്കാത്ത്, എന്താണ് സക്കാത്ത് എന്ന് പഠിക്കണം. എപ്പോഴാണ് ഒരാൾ സക്കാത്ത് കൊടുക്കേണ്ടി വരിക എന്ന് പഠിക്കണം. എന്താണ് ആ സക്കാത്തിൻ്റെ നിസാബ്, ഹൗല്, ഇതൊക്കെ പഠിക്കണം. നോമ്പിനെക്കുറിച്ച്, നോമ്പിൻ്റെ വിധിവിലക്കുകൾ പഠിക്കണം. എന്താണ് നോമ്പ്? എങ്ങനെയാണ് നോമ്പ് പിടിക്കേണ്ടത്? എന്താണ് നോമ്പിൻ്റെ വിധിവിലക്കുകൾ? ഒരു നോമ്പുകാരൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? നോമ്പുകാരനായാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് ഫസാദായി പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ എനിക്ക് നോമ്പിൽ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പഠിക്കണം. പ്രാഥമിക അറിവ് നേടണം. ഒരാൾ ഹജ്ജിന് പോവുകയാണ്, അതല്ലെങ്കിൽ അഞ്ചാമത്തെ കാര്യമായ ഹജ്ജ്, അതിൻ്റെ പ്രാഥമിക വിവരങ്ങൾ എല്ലാവരും പഠിക്കണം. അഥവാ അത് നിർബന്ധമാണ്, അത് കഅബയിൽ ചെന്നിട്ടാണ് ചെയ്യേണ്ടത്, അതിന് ഇന്ന കാര്യങ്ങളുണ്ട്, ഇഹ്റാം തുടങ്ങിയതിൻ്റെ പ്രാഥമിക അറിവുകൾ എല്ലാവർക്കും ഉണ്ടായിരിക്കണം. പിന്നെ ഒരാൾ ഹജ്ജിന് പോകുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കണം. ഓരോ അമലുകളും ഓരോന്നും കൃത്യമായി പഠിച്ചിരിക്കണം. ഇതൊക്കെ സഹോദരങ്ങളെ പ്രാഥമിക അറിവുകളാണ്. ഇതില്ലാതിരുന്നാൽ ഒരാൾ കുറ്റക്കാരനാകും. ഒരാൾ ഷഹാദത്ത് കലിമനെക്കുറിച്ച്, ഒരാൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഷഹാദത്തിനെക്കുറിച്ച് ഒന്നും അറിയില്ലാത്ത ആളാണെന്ന് വിചാരിക്കുക. എല്ലാവരും ഷഹാദത്ത് ചൊല്ലുന്നു, പണ്ടേ നമ്മൾ കേൾക്കുന്നു, മുസ്ലിമായ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും മകളായി ജനിച്ചു, എല്ലാവരും പറയുന്നു, ഞാനും പറയുന്നു എന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ നിസ്കാരത്തെക്കുറിച്ചൊന്നും അറിയില്ല. നിസ്കാരത്തിൽ ഇങ്ങനെ കൈകെട്ടാനറിയാം, എന്തൊക്കെ ചൊല്ലാനറിയാം, അതിൻ്റെ രൂപം അറിയാം, മാത്രം പോരാ. നിസ്കാരത്തിൻ്റെ ഓരോന്നും ഈ പറഞ്ഞ പ്രാഥമിക വിവരങ്ങൾ പഠിക്കൽ നിർബന്ധമാണ്. ഇങ്ങനെ ഫർളു ഐനായിട്ടുള്ള ഇൽമുണ്ട്. രണ്ടാമത്തത് ഫർളു കിഫായത്തായ ഇൽമാണ്. അഥവാ എല്ലാവരും പഠിച്ചിരിക്കൽ നിർബന്ധമില്ല, പക്ഷേ പഠിച്ചവർ സമൂഹത്തിലുണ്ടായിരിക്കണം. ഉദാഹരണത്തിന് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുക്കുക. ഇതിൻ്റെ വിശദമായ വിശദാംശങ്ങൾ എല്ലാവർക്കും അറിയണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഷഹാദത്തുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അഗാധമായ അറിവ്, ലാ ഇലാഹ ഇല്ലല്ലാഹയെക്കുറിച്ച്, തൗഹീദിനെക്കുറിച്ച്, അതിനെക്കുറിച്ചുള്ള വിശദമായ അറിവ് എല്ലാവർക്കും ഒരുപക്ഷെ അത് പഠിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. നിസ്കാരവുമായി ബന്ധപ്പെട്ട് ധാരാളം മസായിലുകളുണ്ട്, ഒരുപാട് മസാലകളുണ്ട്. ഈ വിശദാംശങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കണം എന്ന് നിർബന്ധിക്കാൻ നിർവാഹമില്ല. അതുപോലെ തന്നെ അനന്തരാവകാശ നിയമങ്ങൾ, അത് എല്ലാവർക്കും പഠിച്ചിരിക്കൽ എന്തില്ല, നിർബന്ധമില്ല, അതൊട്ട് പഠിക്കാൻ സാധിക്കുകയുമില്ല. പക്ഷെ അത് പഠിച്ചവർ, അതിനെക്കുറിച്ച് അറിവുള്ളവർ സമൂഹത്തിൽ വേണം. അതുപോലെ നേരത്തെ പറഞ്ഞ സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് കൃത്യമായി കണക്കുകൂട്ടാനും അതിൻ്റെ വിശദാംശങ്ങളും, ഇങ്ങനെ ഓരോ മസായിലുകളും എല്ലാവരും പഠിച്ചിരിക്കുക എന്നത് നിർബന്ധമില്ല. പക്ഷെ അത് പഠിച്ചവരുണ്ടായിരിക്കണം. സമൂഹത്തിൽ എല്ലാവരും അജ്ഞരായിരിക്കുക എന്നത് എല്ലാവരും കുറ്റക്കാരായി തീരും.
അതുകൊണ്ടത് പഠിച്ച ആളുകൾ ഉണ്ടാവണം, അറിവുള്ള ആളുകൾ സമുദായത്തിൽ ഉണ്ടായിരിക്കണം, നാട്ടിലുണ്ടായിരിക്കണം. ഇങ്ങനെ രണ്ട് രൂപത്തിൽ പണ്ഡിതന്മാർ ഇൽമിനെ ഈ അർത്ഥത്തിൽ തഖ്സീം ചെയ്തിട്ടുണ്ട്, തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാം കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ, ഇതൊക്കെ പ്രാഥമികമായ വിവരങ്ങൾ ഒരാൾ പഠിക്കൽ നിർബന്ധമാണ്. ഈ വിഷയത്തിൽ ഒരാൾ അജ്ഞനായി തീർന്നാൽ, അയാൾ ഭൗതികതയിൽ മുങ്ങി മതിമറന്ന് അങ്ങനെ ജീവിച്ചു പോയാൽ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വലിയ അപകടത്തിലാണുള്ളത്. അയാൾ വൻപാപമാണ് ചെയ്യുന്നത്. എത്രത്തോളം പണ്ഡിതന്മാർ പറഞ്ഞു, ഇൽമു പഠിക്കാതിരിക്കുക എന്നുള്ളത്, ഒരാൾ ജാഹിലായി അങ്ങനെ കഴിഞ്ഞുകൂടുക എന്നുള്ളത് വൻപാപങ്ങളിൽ പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ് നേരത്തെ പറഞ്ഞ ആ ഹദീസാണ് തെളിവ്. ഫർളായ ഒരു കാര്യം ചെയ്യാതിരുന്നാൽ കുറ്റം കിട്ടും. ഒരാൾ ഫർളായ ഇൽമു നേടൽ ചെയ്യാതിരുന്നാൽ അയാൾ കുറ്റക്കാരനാണ്. അതാണ് വൻപാപമാണ് എന്ന് പറയാനുള്ള കാരണം. അനേകം തെളിവുകളുണ്ട്, അതിലൊരു തെളിവ് അതാണ്. രണ്ടാമത്തൊരു കാര്യം പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ ഇൽമു പഠിക്കാതെ തീർത്തും അജ്ഞനായി ജീവിച്ചാൽ, തീർത്തും ജാഹിലാണ് ഒരാൾ, ഒരു നിലക്കും അറിവില്ല, എന്നാൽ ഒട്ട് പഠിക്കുന്നുമില്ല, പഠിക്കാൻ ശ്രമിക്കുന്നുമില്ല, അങ്ങനെ ആയാൽ ഒരുപക്ഷെ അയാൾ മുനാഫിഖായി പോകും, അതല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകും, കാഫിറായി പോകുമെന്നാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ താക്കീത് ചെയ്തിട്ടുണ്ട്. മുനാഫിഖുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, വലാകിന്നൽ മുനാഫിഖീന ലാ യഫ്ഖഹൂൻ. മുനാഫിഖുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഗ്രഹിക്കുന്നവരല്ല, അവർ പഠിക്കുന്നവരല്ല. അവർ കേൾക്കും, പക്ഷേ പഠിക്കുകയില്ല. അവർ ഇൽമു നേടുക എന്ന കാര്യത്തിൽ പരിശ്രമിക്കാത്തവരാണ്. എത്രത്തോളം അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമിൻഹും മൻ യസ്തമിഉ ഇലൈക ഹത്താ ഇദാ ഖറജൂ മിൻ ഇൻദിക ഖാലൂ ലില്ലദീന ഊതുൽ ഇൽമ മാദാ ഖാല ആനിഫ. മുനാഫിഖുകളെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, നബിയെ, അവരിൽ ചില ആളുകൾ താങ്കളുടെ സദസ്സിൽ വന്നിരുന്ന് താങ്കളുടെ ഇൽമു പഠിപ്പിക്കൽ അത് കേൾക്കും. എന്നാൽ അത് കേട്ടവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ള ആളുകളോട്, അള്ളാഹു അറിവ് നൽകിയ ആളുകളോട് ചോദിക്കും, മാദാ ഖാല ആനിഫ, കുറച്ച് നേരത്തെ എന്താണ് അവിടുന്ന് പറഞ്ഞത്? ഒരുമിച്ചിരുന്ന് കേട്ടതാണ്, പക്ഷേ ആ കേട്ടത് കൊണ്ട് ഒരു ഉപകാരവും കിട്ടാത്ത ആളുകളായിപ്പോയി. മുനാഫിഖുകളുടെ അടയാളത്തിൽപ്പെട്ടതാണത്. അവർ ചോദിക്കുമെന്നാണ്, മാദാ ഖാല ആനിഫ, എന്തിപ്പോൾ പറഞ്ഞത്? തൊട്ടു മുമ്പ് എന്താണ് ദർസിൽ പറഞ്ഞത്? എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഓതിയത് എന്നവർ ചോദിക്കുമായിരുന്നു എന്ന് അള്ളാഹു പറയുകയാണ്. അള്ളാഹു പറയുകയാണ്, എന്തുകൊണ്ടാണത്? ഉലൈകല്ലദീന തബഅ അല്ലാഹു അലാ ഖുലൂബിഹിം, ആ കൂട്ടരുടെ ഹൃദയത്തിന് അള്ളാഹു മുദ്ര വെക്കുകയുണ്ടായി. അവരുടെ ഹൃദയങ്ങൾ മുദ്ര വെക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ഉള്ളിലേക്ക് ഒന്നും കയറുകയില്ല. നിഫാഖാകുന്ന രോഗം അവരുടെ ഹൃദയത്തെ വലയം ചെയ്തു. അങ്ങനെ ഹൃദയത്തിന് മുദ്ര വെക്കപ്പെട്ടു. അല്ലാഹു പറയുന്നു, വത്തബഉ അഹ്വാഅഹും, അതുപോലെ അവർ ദേഹേച്ഛകൾ പിൻപറ്റിയ ആളുകളാണ്, തന്നിഷ്ടക്കാരാണ്. എന്തു കേട്ടാലും സ്വീകരിക്കാൻ അവർ തയ്യാറല്ല, പക്ഷെ കേട്ടതൊട്ട് ഉപകാരപ്പെടുന്നുമില്ല. നഊദു ബില്ലാഹ്. സഹോദരങ്ങളെ, നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ ദർസിലും പോയി ഇരുന്നിട്ട്, എല്ലാ ക്ലാസ്സിലും പോയി ഇരുന്നിട്ട് ഒരു വേള സംഘാടകർ തന്നെ ആയിരിക്കും, പക്ഷെ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ എന്താപ്പോൾ പറഞ്ഞത് എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടായാൽ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വളരെ ഗുരുതരമായ അപകടമാണത്. ഇൽമു പഠിക്കാനുള്ളതാണ്, അത് പഠിക്കണം. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീന കഫറു അമ്മാ ഉൻദിറു മുഅ്രിദൂൻ.
സത്യനിഷേധികളെക്കുറിച്ച് അള്ളാഹു പറയുകയാണ്, അവർക്ക് താക്കീത് ചെയ്യപ്പെടുന്ന കാര്യത്തിൽ തിരിഞ്ഞുകളയുന്നവരാണ്. ഇതാണ് പഠിക്കാതിരുന്നാൽ, ഇൽമ് നേടാതിരുന്നാൽ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്നത് പറയാൻ പണ്ഡിതന്മാർ ഉദ്ധരിച്ച ആയത്താണിത്. സത്യനിഷേധികളുടെ സ്വഭാവമാണെന്ത്? അവർക്ക് ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് തിരിഞ്ഞളയും. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, വൻപാപമാണ് അജ്ഞനായി ജീവിക്കുക എന്നുള്ളത്. അതൊരുപക്ഷെ നിഫാഖിലേക്ക് എത്തിപ്പെടും. അവിടുന്ന് വിട്ട് ഒരാൾ ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വരെ സാധ്യതയുണ്ട് എന്നാണ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് ദുനിയാവിൽ ജീവിക്കാൻ വേണ്ടിയല്ല. ഇങ്ങനെ വെറുതെ ജീവിക്കുക, തിന്നുക, കുടിക്കുക, ഉറങ്ങുക, നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾ നടക്കുക, ചായ കുടി, ഉല്ലാസയാത്രകൾ, ഇതിനല്ല അള്ളാഹു നമ്മളെ പഠിച്ചത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. എങ്ങനെ ഇബാദത്ത് ചെയ്യണം? പഠിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിക്കാൻ പറഞ്ഞു. ലിതഅലമു, നിങ്ങൾ അറിയുന്നതിനു വേണ്ടി, അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും ഇൽമിൻ്റെ ശ്രേഷ്ഠതകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആമുഖമായി നമ്മൾ മനസ്സിലാക്കുക, ഒരിക്കലും ജാഹിലായി ജീവിച്ച് മരിക്കുന്നൊരു ദുരവസ്ഥ നമുക്കുണ്ടാവരുത്. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ അശ്ശൈബാനി റഹിമഹുല്ലാ വലിയ പണ്ഡിതനാണ്, വലിയ ഇമാമാണ് അദ്ദേഹം. അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചില്ലേ, ഇലാ മത, ഏതുവരെയാണ് താങ്കൾ ഇൽമു നേടുക? അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ്? പ്രസിദ്ധമാണത്. മിനൽ മഹ്ദി ഇലൽ ലഹദ്. തൊട്ടിൽ മുതൽ ഖബർ വരെ, തൊട്ടിൽ മുതൽ ഖബർ വരെ പഠിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. നമ്മളൊരു 5 കൊല്ലം പഠിച്ചാൽ ഇനിയിപ്പോൾ എനിക്കെന്താ പഠിക്കാനുള്ളതെന്ന് ചോദിക്കും. ഒരു 5 വർഷം ഒരു അറബി കോളേജിൽ പോയി ബിരുദം എടുത്ത് പുറത്തിറങ്ങിയാൽ പിന്നെ നമ്മൾ തന്നെ ആലോചിക്കുക നമ്മളെ കുറിച്ചിട്ട്, ഇനി എന്താ ഇപ്പോൾ പഠിക്കാനുള്ളത്? 5 കൊല്ലം കുത്തിയിരുന്ന് പഠിച്ചില്ലേ? സഹോദരങ്ങളെ, ഇൽമ് എന്നത് ഒരിക്കലും അവസാനിക്കുന്നില്ല. അത് അറ്റമില്ലാത്ത കടലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും മുൻഗാമികളുടെ മൊഴിമുത്തുകളും അടങ്ങുന്ന ഈ ദീനെന്നത് പഠിച്ചാൽ അവസാനിക്കുകയില്ല. ചില ആളുകൾ പരിഹസിക്കും, ഒരുപാട് കാലം ദഅവത്ത് ചെയ്ത ആളായിരിക്കും. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ചിലപ്പോൾ അദ്ദേഹം പറയും, എനിക്ക് കുറച്ച് പഠിക്കണം. നിങ്ങൾ ഇത്രയും കാലം ദഅവത്ത് ചെയ്തില്ലേ, ഇനി എന്ത് പഠിക്കാനെന്ന് ചോദിക്കും. നിങ്ങൾക്ക് ഇനി എന്താ പഠിക്കാനുള്ളത്? ഇനിയും പഠിക്കാനുണ്ട് സഹോദരങ്ങളെ. നിങ്ങൾക്കറിയുമോ, അറബി ഭാഷ നിയമങ്ങൾ അതൊരാൾക്ക് പ്രാഥമിക വിവരം കിട്ടാൻ, അഥവാ ഹറക്കത്തില്ലാതെ ഒന്ന് നല്ലപോലെ വായിച്ച് ഒരു പേജ് വായിച്ച് പൂർത്തീകരിക്കാൻ ചുരുങ്ങിയത് 5 വർഷം പഠിക്കണം. ആരെയും ഭയപ്പെടുത്താൻ പറയുന്നതല്ല, അള്ളാഹു എളുപ്പമാക്കി തന്നിട്ടുണ്ട് ഇൽമ്. പക്ഷേ ഒരു പ്രാഥമിക വിജ്ഞാനം നേടുക എന്നതുപോലും 4-5 കൊല്ലം പഠിച്ചാലേ നമുക്കത് സാധിക്കുകയുള്ളൂ. എന്നാൽ തന്നെ ചിലപ്പോൾ ഇഅ്റാബ് തെറ്റും, ഫത്ഹും കസറും ലമ്മും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടായി പോകും. അപ്പോൾ നോക്കൂ, അറബി ഭാഷയുടെ പ്രാഥമിക വിവരങ്ങളാണ് ഈ പറഞ്ഞത്. ഉദാഹരണത്തിന് മീസാൻ പോലെ, അജ്നാസു സുഗ്റ, അജ്നാസുൽ കുബ്ര, ഇങ്ങനെ തസ്രീഫുകൾ സർഫാക്കുന്ന അതുമായി ബന്ധപ്പെട്ട ബാബ്, ആ ഒരു 2-3 കിതാബുകൾ തന്നെ ഏതാണ്ട് 2-3 കൊല്ലം കുത്തിയിരുന്ന് പഠിക്കണം. അറബി ഭാഷാ നിയമം മാത്രമാണ് ഈ പറയുന്നത്. ഇത് 5 കൊല്ലം പഠിച്ചിട്ട് വേണം എന്താക്കേണ്ടത്? അടുത്ത പഠിക്കാൻ. അഖീദ പഠിക്കണം, ഫിഖ് പഠിക്കണം, തഫ്സീർ പഠിക്കണം. സഹോദരങ്ങളെ, പഠിക്കുക എന്നുള്ളത് അതിൻ്റേതായ മെനക്കേടുണ്ട്, പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ഇൽമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ ശ്രേഷ്ഠതകൾ നൽകിയത്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞ ഖായിദ ഇപ്രകാരമാണ്: ഒരു കാര്യത്തിന് എത്ര കണ്ട് പരിശ്രമം ആവശ്യമുണ്ടോ അതിനനുസരിച്ചതിൻ്റെ പ്രതിഫലം വർദ്ധിക്കും, അതിന് ശ്രേഷ്ഠതയുണ്ടാകും. ഒരു കാര്യം എത്ര കണ്ട്
മെനക്കെട്ടിട്ട് നമ്മൾ എടുക്കണോ അതിനനുസരിച്ച് അത് എന്തുണ്ടാവും, ശ്രേഷ്ഠതയും പ്രത്യേകത ഒക്കെ ഉണ്ടാവും. ഇൽമ് എന്നത് ഇന്നമൽ ഇൽമു ബിത്തഅല്ലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നമൽ ഇൽമ്, തീർച്ചയായും ഇൽമ് ബിത്തഅല്ലും, അത് പഠിക്കൽ കൊണ്ട് മാത്രമാണ് ലഭിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ആമുഖമായി നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലും ഇൽമിൻ്റെ ശ്രേഷ്ഠതകൾ പറഞ്ഞത് നമ്മൾ അതിൻ്റെ ആളുകളായി തീരാൻ വേണ്ടിയിട്ടാണ്. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവരുടെ ജീവിതം നമ്മൾ നോക്കിയാൽ മനസ്സിലാകും. നമ്മളെപ്പോലെ തന്നെ അധ്വാനിച്ച് ജീവിക്കേണ്ടവരാണവർ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിലിരുന്ന് ദർസ് കേട്ട്, അവിടുത്തെ വഅദ് കേട്ട്, അവിടുന്ന് മൊഴിമുത്തുകൾ കേട്ട് രേഖപ്പെടുത്തി ഈ ഉമ്മത്തിന് കൈമാറി. അവരിൽ ചിലർ ഒരു ദിവസം ഒരാൾ ജോലിക്ക് പോകും, മറ്റേയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലിരിക്കും. അടുത്ത ദിവസം മറ്റേയാൾ പോകും, ഇദ്ദേഹം ഇവിടെ ഇരിക്കും, ഇവിടെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം അഹ്ലുസുഫയിൽപ്പെട്ട ആളാണ്. സ്വന്തമായി വീടില്ലാതെ പള്ളിയിൽ താമസിക്കുന്ന സഹാബികളിൽ ഒരാളാണ്. ഭക്ഷണം കഴിക്കാനില്ലാതെ പ്രയാസപ്പെട്ട് ബോധരഹിതനായി പോയിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് അറിയപ്പെടുന്നത് എന്തിൻ്റെ പേരിലാണ്? അബൂ ഹുറൈറൻ്റെ ബംഗ്ലാവ് അവിടെ ഉണ്ട് എന്നാണോ? അല്ല, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ ഹദീസ് വായിക്കുന്നുണ്ട്. ഏതൊരു ഹദീസ് കിതാബ് എടുത്താലും തഫ്സീർ ഗ്രന്ഥമെടുത്താലും ദീനുമായി ബന്ധപ്പെട്ട ഒരു കിതാബ് എടുത്താലും സഹാബികളുടെ പേരവിടെ ഉയർന്നു നിൽക്കും. അതാണ് ഇൽമു കൊണ്ട് അവർ നേടിയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആമുഖമായി സൂചിപ്പിക്കട്ടെ, അൽ ജഹാല, അജ്ഞത എന്നത് വലിയ അപകടമാണ്. അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. അതേറ്റവും ചുരുങ്ങിയത് കബായിറാണ്. അറിവില്ലാതിരിക്കുക എന്നുള്ളത് വൻപാപങ്ങളിൽപ്പെട്ടതാണ്. അറിവില്ലായ്മ എന്നത് വലിയ തെറ്റാണ്. പിന്നെ അത് ഓരോരുത്തരുടെയും അവസ്ഥകൾക്കനുസരിച്ച് മാറി മറിയും എന്നത് നമ്മൾ മനസ്സിലാക്കുക. ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, വഖൗലുല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അൽ ആയ, സൂറത്തുൽ അഅറാഫിലെ 179 ആയത്താണ് അദ്ദേഹം ആദ്യമായി ഈ അധ്യായത്തിൽ കൊണ്ടുവന്നത്. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, ജിന്നുകളിലും മനുഷ്യരിലും പെട്ട ഒരുപാട് ആളുകളെ ഞാൻ നരകത്തിലിട്ട് നിറക്കുന്നതാണ്. അഥവാ നരകശിക്ഷ അവർക്ക് അർഹതപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഒരുപാട് ആളുകൾ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞത്? നോക്കൂ, ഈ ആയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, ധാരാളം എന്നാണ് അല്ലാഹു പറഞ്ഞത്, കുറച്ചല്ല, ധാരാളം ആളുകൾ. ജിന്നിലും മനുഷ്യരിലും, ജിന്നുകളിലും മനുഷ്യരിലും പെട്ട ധാരാളം പേർ നരകത്തിലാണ്. അവർ നരകശിക്ഷക്ക് അർഹതപ്പെട്ടവരാണ്. നോക്കൂ, ഖലീലൻ എന്നല്ല, കസീറൻ എന്നാണ്, ധാരാളം. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, നരകത്തിൽ ധാരാളം ആളുകൾ ഉണ്ടാകും. അതുകൊണ്ട് ആധിക്യം കണ്ട് നമ്മൾ ആരും വഞ്ചിതരായി പോവരുത്. തിന്മകൾക്ക് ആധിക്യമുണ്ടാകും. ഒരുപാട് ആളുകൾ ചിലപ്പോൾ വഴികേടിലായിരിക്കും. ഇപ്പോൾ കുറേ ആളുണ്ടല്ലോ, എല്ലാവരും കൂടി ഇപ്പോൾ അങ്ങനെ ചെയ്യോ നമ്മൾ വിചാരിക്കേണ്ടതില്ല. ആധിക്യം എന്നത് ഒരു കാര്യത്തിൻ്റെ അളവുകോലായി നമ്മൾ മനസ്സിലാക്കരുത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. പറഞ്ഞു വന്നത്, സഹോദരങ്ങളെ, ഒരുപാട് ആളുകൾ നരകാവകാശികളായി തീർന്നു. എന്തുകൊണ്ടാണ്? അള്ളാഹു അവരോട് അനീതി കാണിച്ചതല്ല, മറിച്ച് അള്ളാഹു പറയുന്നു, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയങ്ങളുണ്ട്. അഥവാ ഓരോരുത്തർക്കും അള്ളാഹു ഹൃദയം നൽകിയിട്ടുണ്ട്. ലാ യഫ്ഖഹൂന ബിഹാ, പക്ഷെ ആ ഹൃദയം കൊണ്ട് അവർ ചിന്തിക്കേണ്ടതല്ല ചിന്തിച്ചത്. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അള്ളാഹു പറയുന്നു,
അവർക്ക് കണ്ണുകൾ നൽകി, പക്ഷെ അവർ കാണേണ്ടത് കണ്ടിട്ടില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് കാതുകൾ നൽകി, പക്ഷെ അവർ കേൾക്കേണ്ടത് കേട്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ. എന്തുകൊണ്ടാണ് ജഹാലത്ത്, അജ്ഞത എന്ന ബാബിൻ്റെ ചുവട്ടിൽ ആദ്യമായി ഈ ആയത്ത് എന്തിനാണ് കൊണ്ടുവന്നത് നോക്കൂ നിങ്ങൾ. ഹൃദയവും കണ്ണും കാതും അള്ളാഹു നൽകിയത് സഹോദരങ്ങളെ അതിന് നന്ദി കാണിക്കാൻ വേണ്ടിയാണ്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅൻ. അള്ളാഹു പറഞ്ഞു, നിങ്ങളുടെ ഉമ്മമാരുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങളെ ഒന്നും അറിയാത്തവരായിക്കൊണ്ട് നാം പുറത്തേക്ക് കൊണ്ടുവന്നു. ഓരോരുത്തരും പുറത്തേക്ക് ജനിച്ചു വീഴുമ്പോൾ ഒന്നും അറിയാത്തവരാണ്, അജ്ഞരാണ്. എന്നിട്ട് അള്ളാഹു പറയുകയാണെന്ത്? പിന്നീട് അവർക്ക് ഹൃദയവും കണ്ണും കാതും ഒക്കെ നൽകി. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅൻ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. എന്നിട്ട് നിങ്ങൾക്ക് കേൾവി നൽകി, കാഴ്ച നൽകി, ചിന്തിക്കാനുള്ള ഹൃദയം നൽകി. എന്തിനാണ് ഇതൊക്കെ നൽകിയത്? ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുന്നവരാവാൻ വേണ്ടി. എന്താണ് ആ നന്ദി കാണിക്കൽ? അള്ളാഹുവിന് തൃപ്തിയുള്ളത് ചിന്തിക്കുക, അള്ളാഹുവിൻ്റെ ആയത്തുകളെക്കുറിച്ച് ചിന്തിക്കാനും അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കുവാനും കാതുകൾ നൽകി. എന്തിനാണ് കാതുകൾ? ഈ രണ്ട് ചെവികൾ അള്ളാഹു നൽകിയത് എന്തിനാണ്? കേൾക്കേണ്ടതേ കേൾക്കാൻ പാടുള്ളൂ. ഉടമസ്ഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല അത് തന്നത് അവൻ്റെ തൃപ്തിയുള്ളത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ചെവി ഞാൻ തോന്നിയത് കേൾക്കും എന്ന ധിക്കാരം പറയാൻ വേണ്ടിയല്ല, മറിച്ച് നിന്റെ ചെവിയല്ല, നിനക്ക് അള്ളാഹു നൽകിയതാണ്. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, നാം നൽകിയെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയെന്നാണ്. കണ്ണും കാതും ഹൃദയവും അള്ളാഹു നൽകിയതാണ്. എന്നിട്ട് അള്ളാഹു അതിന് മാനദണ്ഡമായി പറഞ്ഞെന്താണ്? അതിന് പകരമായി അള്ളാഹു പറഞ്ഞത് ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങളതിന് നന്ദി കാണിക്കുന്നവരായി തീരുവാൻ വേണ്ടിയാണ്. ആ കാതുകൊണ്ട് കേൾക്കേണ്ടതേ നീ കേൾക്കാൻ പാടുള്ളൂ. അള്ളാഹുവിനെ കുറിച്ച്, അവൻ്റെ ദീനിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച്, അവിടുത്തെ ഹദീസുകൾ, ഈ ദീനിലെ നിയമങ്ങൾ, ഇത് മാത്രമേ നീ കേൾക്കാൻ പാടുള്ളൂ. നിർബന്ധമായ ഈ കാര്യങ്ങൾ മാത്രമേ നീ കേൾക്കാൻ പാടുള്ളൂ. അള്ളാഹു അനുവദിച്ചത് മാത്രമേ നീ കേൾക്കാൻ പാടുള്ളൂ. അതുപോലെ കണ്ണുകൾ നൽകി. ഈ കണ്ണുകൾ അതില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അനുഭവിക്കുന്ന വിഷമം എന്താണ് എന്ന് തിരിച്ചറിയാൻ നമ്മൾ ഒരല്പനേരം കണ്ണടച്ചു പിടിച്ചാൽ മതി. ഈ കണ്ണെന്ന അള്ളാഹു നൽകിയ ഈ അവയവം, അതിൻ്റെ നിഅമത്ത്, അതെത്ര വലിയ അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയാൻ സഹോദരങ്ങളെ, മുൻഗാമികൾ ചിലർ പറഞ്ഞതുപോലെ ഒന്ന് കണ്ണടച്ചു പിടിച്ച് ഒരു സെക്കൻഡ് പിടിച്ചാൽ മതി. ഒരു സെക്കൻഡ് ഒന്ന് കണ്ണടച്ചു പിടിച്ചു നോക്കൂ നിങ്ങൾ. കൂരാകൂരി റിട്ടേൺ. അള്ളാഹു നൽകിയ ഈ കണ്ണുകൾ കൊണ്ട് കാണേണ്ടതേ കാണാൻ പാടുള്ളൂ. അള്ളാഹുവിൻ്റെ ആയത്തുകൾ, പാരായണം ചെയ്യുന്ന ആയത്തുകൾ, അള്ളാഹുവിൻ്റെ പ്രാപഞ്ചികമായ ആയത്തുകൾ, അങ്ങനെ റബ്ബിന് തൃപ്തിയുള്ളതേ ഒരാൾ കാണാൻ പാടുള്ളൂ. അതാണ് അള്ളാഹുവിന് നന്ദി കാണിക്കൽ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അള്ളാഹു നൽകിയിട്ടും ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, ഹൃദയങ്ങളുണ്ട്. അള്ളാഹു ഹൃദയം നൽകി, പക്ഷെ ചിന്തിക്കേണ്ടതല്ല അവൻ ചിന്തിച്ചത്. അവന് ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ദുനിയാവിൻ്റെ കാര്യങ്ങൾ, ഭൗതികമായ കാര്യങ്ങൾ, ഹറാമായ കാര്യങ്ങൾ, അവൻ്റെ തന്നിഷ്ടം, അവൻ്റെ ദേഹേച്ഛകൾ, അവൻ്റെ തോന്നിയവാസങ്ങൾ, അവൻ്റെ മറ്റു കാര്യങ്ങൾ, ഇതൊക്കെയാണ് അവന് ചിന്തിക്കാനുള്ളത്. ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നുണ്ട്, പക്ഷേ ലാ യഫ്ഖഹൂന ബിഹാ, അള്ളാഹു പറഞ്ഞതാണ് അവൻ ചിന്തിക്കുന്നില്ല എന്നാണ്. ബാക്കിയുള്ള ചിന്തകളൊന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ ചിന്തകളല്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ ചിന്തകളായി രേഖപ്പെടുത്തപ്പെടുന്ന എന്താണ്? അനുവദനീയമായ റബ്ബിന് തൃപ്തിയുള്ള ചിന്തകളാണ്. ദീനിനും ദുനിയാവിനും ഉപകാരപ്രദമായതേ നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ. അള്ളാഹുവിന് തൃപ്തികരമായതേ ചിന്തിക്കാൻ പാടുള്ളൂ. ഇതിനപ്പുറത്തേക്ക് അത് പോകാൻ പാടില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, കണ്ണുകൾ കൊടുത്തു. അവർക്ക് കണ്ണുകളുണ്ട്, പക്ഷേ അവർ കാണേണ്ടത് കണ്ടില്ല. ഒരുപാട് കാണുന്നുണ്ട്,
കാണാൻ ഒരുപാടുണ്ട്. തോന്നിവാസങ്ങൾ, ഹറാമുകൾ, സിനിമയും സീരിയലുകളും, ആധുനിക കാലത്താണെങ്കിൽ യൂട്യൂബും ഫേസ്ബുക്കും അതുപോലെ ഇൻസ്റ്റഗ്രാമും മണിക്കൂറുകൾ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അതുപോലെ കാണാൻ പാടില്ലാത്തത്, അള്ളാഹു വിലക്കിയത്, ഇങ്ങനെയുള്ളതൊക്കെ അവൻ കാണുന്നുണ്ട്. പക്ഷെ അവൻ കാണേണ്ടത് കണ്ടിട്ടില്ല. എന്താണ് കാണേണ്ടത്? അള്ളാഹുവിൻ്റെ കിതാബിലെ ആയത്തുകൾ, അള്ളാഹുവിൻ്റെ ദീനിലെ നിയമങ്ങൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, ഇതൊന്നും അവന് കാണാൻ നേരം കിട്ടിയില്ല. അവൻ കണ്ടതൊക്കെ വേറെയാണ്. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അള്ളാഹു പറയുന്നു അവന് കാതുകളുണ്ട്, പക്ഷെ അവൻ കേൾക്കേണ്ടത് കേട്ടിട്ടില്ല. കേട്ടതൊക്കെ വേറെയാണ്. അവൻ സംഗീതം ആസ്വദിച്ചു. ഈ രണ്ട് കാതുകൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ട് അവൻ അടിച്ചു പൊളിക്കുന്ന സംഗീതം ഇങ്ങനെ ആസ്വദിക്കുകയാണ്. അതുപോലെ ഹറാമായത് കേൾക്കുകയാണ്. അവന് ഉപകാരപ്രദമായത് കേൾക്കാൻ സാധിച്ചില്ല. അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് കേൾക്കാൻ സാധിച്ചില്ല. കേൾക്കേണ്ടത് അവൻ കേട്ടിട്ടില്ല. കേൾക്കാൻ പാടില്ലാത്തതാവട്ടെ ധാരാളമായി കേൾക്കുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്, നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നോക്കൂ സഹോദരങ്ങളെ. ചിന്തിക്കേണ്ടത് ചിന്തിക്കാത്തത്, കാണാൻ പാടില്ലാത്തത് കണ്ടവർ, കേൾക്കാൻ പാടില്ലാത്തത് കേട്ടവർ. അള്ളാഹു എന്തിനാണോ ഈ പറഞ്ഞ 3 കാര്യങ്ങളും നൽകിയത്, അതിന് നേർ വിപരീതം പ്രവർത്തിച്ച ആളുകളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഉലൈക കൽ അൻആം. ഉലൈക കൽ അൻആം. എന്താണ് അൻആം എന്ന് പറഞ്ഞാൽ? അക്കൂട്ടർ നാൽക്കാലികളെപ്പോലെയാണ്. ചിന്തിക്കേണ്ടത് ചിന്തിക്കാത്തവർ, കാണേണ്ടത് കാണാത്തവർ, കേൾക്കേണ്ടത് കേൾക്കാത്തവർ. ഉലൈക കൽ അൻആം, അവർ നാൽക്കാലികളെപ്പോലെയാണ്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ബൽഹും അളല്ല്, അല്ല, അതിനേക്കാൾ വഴികേടിലാണ് അവർ. നാൽക്കാലികളേക്കാൾ അധപ്പതിച്ചവരാണാര്? അള്ളാഹുവിന് നന്ദി കാണിക്കാത്തവർ. ഈ പറഞ്ഞ അവയവങ്ങൾ കൊണ്ട് റബ്ബിന് നന്ദി കാണിക്കാതെ ജീവിച്ച ആളുകൾ, അവരെയാണ് അള്ളാഹു പറഞ്ഞത് എന്ത്? നരകത്തിലിട്ട് നിറക്കുമെന്ന്. സഹോദരങ്ങളെ, ഒരുപാട് ആളുകൾ, ധാരാളം ആളുകൾ നമുക്ക് ചുറ്റും ഹറാമിൽ മതിമറന്ന് ജീവിക്കുന്നു എന്നത് നമ്മെ വഞ്ചിക്കരുത്. നമ്മളതിൽ വഞ്ചിതരായി പോകരുത്. എല്ലാവരും ഇത് ആസ്വദിക്കുന്നു, ഇനി നമ്മൾ മാത്രം ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് എന്താ കാര്യം? കുറച്ചൊന്ന് കേൾക്കുക. ഒരു പാട്ടിലാണോ ഇരിക്കുന്നത്? സംഗീതം ഹറാമാണോ? അതുപോലുള്ള ഹറാമിൻ്റെ കേൾവികൾ, ഇതൊക്കെ വലിയ പ്രശ്നമാണോ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. അള്ളാഹു നിനക്ക് നൽകിയ കാത് ഉപയോഗിക്കേണ്ടത് റബ്ബിന് തൃപ്തിയുള്ള കാര്യങ്ങളിൽ മാത്രമാണ്. അതല്ലാതെ തോന്നിയവാസങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞ ന്യായങ്ങൾ പറഞ്ഞാൽ സഹോദരങ്ങളെ, അള്ളാഹു പറയുകയാണ്, കൽ അൻആം ബൽഹും അളല്ല്, നാൽക്കാലികളെ പോലെയാണ്, അല്ല, അതിനേക്കാൾ അധപ്പതിച്ചവരാണ്. നാൽക്കാലികളുടെ നിലവാരം പോലും ഇല്ലാത്തവരാണ് ഈ പറഞ്ഞ ആളുകൾ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എത്ര വലിയ ആക്ഷേപമാണെന്ന് നോക്കൂ നിങ്ങൾ. ഇതിനേക്കാൾ ഒരു വലിയ ആക്ഷേപം, അത് അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ അടുക്കൽ നിന്നുള്ള ആക്ഷേപം മറ്റെന്താണുള്ളത്? അത് നോക്കൂ, വലിയ ഗുരുതരമായ അപകടമാണിത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു നൽകിയ കണ്ണും കാതും ഹൃദയവും അവൻ്റെ ദീൻ പഠിക്കാൻ, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നാണ് ഈ ആയത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അടുത്തതായി ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉദ്ധരിക്കുകയാണ്. വഅൻ ഇബ്നു അബ്ബാസിൻ വമുആവിയത വഗൈരിഹിമാ റളിയല്ലാഹു അൻഹും അന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അതുപോലെ മുആവിയ ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമ, അതല്ലാത്ത മറ്റു ചില സ്വഹാബികളും ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ, ആർക്കാണോ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മ ഉദ്ദേശിക്കുന്നത്, യുഫഖിഹു ഫിദ്ദീൻ, അയാൾക്ക് ദീനിൽ അവഗാഹം നൽകും. അഥവാ സഹോദരങ്ങളെ, അള്ളാഹു തആല ഒരാളിൽ നന്മ ഉദ്ദേശിച്ചാൽ
അയാൾക്ക് അള്ളാഹു ദീനിൽ അവഗാഹം നൽകും, അയാൾക്ക് ദീൻ പഠിക്കാനുള്ള തൗഫീഖ് നൽകും. ദീനിലെ നിയമനിർദ്ദേശങ്ങൾ പഠിക്കാൻ അയാൾക്ക് അള്ളാഹു അവസരം ഒരുക്കി കൊടുക്കും എന്നുള്ളതാണ്. ഇത് അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരാളിൽ നന്മ ഉദ്ദേശിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. അൽഹംദുലില്ലാഹ് സഹോദരങ്ങളെ, ഈ ഇരിക്കാൻ പറ്റിയതും ഈ ദീനീ പഠനത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് കിട്ടിയതും അള്ളാഹു നമ്മളിൽ ഖൈർ ഉദ്ദേശിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ഹദീസിന് ഒരു മഫ്ഹൂം മുഖാലഫയുണ്ട്, അഥവാ വിപരീത അർത്ഥമുണ്ട്. എന്താണത്? എന്താണ് ഈ ഹദീസിൻ്റെ വിപരീത അർത്ഥം? ആർക്കറിയാം? പഴയ പുതിയ ആളുകൾ? ആർക്കറിയാം? പുതിയ ആളുകൾ. ഈ ഹദീസിൻ്റെ നേരെ വിപരീതാർത്ഥം. അഹ്സൻത്, ബാറക്കല്ലാഹു ഫീക്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആർക്കാണോ അള്ളാഹു നന്മ ഉദ്ദേശിച്ചത് അയാൾക്ക് ദീനിൽ അവഗാഹം നൽകും. ഈ ഹദീസിൻ്റെ നേർ വിപരീത അർത്ഥം, ആരിലാണോ അള്ളാഹു നന്മ ഉദ്ദേശിക്കാത്തത് അയാൾക്ക് അള്ളാഹു ദീനിൽ അവഗാഹം നൽകുകയില്ല. സഹോദരങ്ങളെ, അള്ളാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചു എന്നതിൻ്റെ തെളിവാണ് അയാൾക്ക് പഠിക്കാൻ സാധിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, മറ്റുള്ള പഠനത്തിന് പ്രായപരിധികളുണ്ട്, എന്നാൽ അള്ളാഹുവിൻ്റെ ദീനിന് അത് പഠിക്കുന്നതിന് പ്രായപരിധികളില്ല. ഉണ്ടോ? ഈ സദസ്സൻ്റെ അടുത്ത് നോക്കൂ, പല പ്രായത്തിലുള്ള ആളുകളും ഇതിലുണ്ട്. അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്നതിന് അള്ളാഹു എളുപ്പം നൽകിയിട്ടുണ്ട്. അതിനൊരു കെട്ടിക്കൊടുക്കുകളില്ല, ഒരു പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ല. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ, തൊട്ടിൽ മുതൽ ഖബർ വരെ, അഥവാ മരിക്കുന്നത് വരെ ഒരാൾക്ക് പഠിക്കാം, ഒരാൾ പഠിക്കണം. എത്ര വർഷം പഠിച്ചാലും കുറച്ചേ കിട്ടുള്ളൂ, ഒരുപാട് കാലം പഠിച്ചാലും കുറച്ചേ കിട്ടുള്ളൂ. കാരണം ഇൽമ് നേരത്തെ പറഞ്ഞതുപോലെ ദറ്റമില്ലാത്ത കടൽ പോലെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ എളുപ്പമാണിത്. അള്ളാഹു ഖൈർ ഉദ്ദേശിക്കുന്നതിൻ്റെ അടയാളമാണ് സഹോദരങ്ങളെ ദീൻ പഠിക്കാനുള്ള അവസരം നൽകുക എന്നുള്ളത്. എന്താണ് ആ ഖൈർ ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ? ഈ ദീൻ പഠിക്കുന്നതിലൂടെയാണ് ഒരാൾക്ക് അമലുകൾ ചെയ്യാൻ സാധിക്കുക. ഒരാൾക്ക് ഇൽമു പഠിച്ചാലേ അമലാക്കാൻ സാധിക്കുകയുള്ളൂ. ഒരാൾ ഷഹാദത്ത് കലിമയെക്കുറിച്ച് പഠിച്ചാൽ മാത്രമേ അതിൽ ഉൾക്കാഴ്ച അയാൾക്ക് കിട്ടുകയുള്ളൂ, അതിൽ നിന്ന് തെറ്റിപ്പോവാതിരിക്കാൻ അയാൾ ശ്രദ്ധിക്കുകയുള്ളൂ. ഒരാൾ നിസ്കാരത്തെക്കുറിച്ച് നന്നായി പഠിച്ചു മനസ്സിലാക്കിയാൽ മാത്രമേ അയാൾക്ക് ഖുശൂഅോടെ നിസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു പഠിച്ച ഒരാൾ നിസ്കരിക്കുന്നതും അല്ലാത്ത ഒരാൾ നിസ്കരിക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഉൾക്കാഴ്ചയുള്ള ഒരാൾ ഏത് ഇബാദത്തുകൾ ചെയ്യുമ്പോഴും അതിന് വ്യതിരിക്തത ഉണ്ടാകും. പഠിച്ച ഒരാളും പഠിക്കാത്ത ഒരാളും ഒരുപോലെ ആവുകയില്ല എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ചോദിക്കുക, അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാകുമോ? ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിച്ചാൽ ഇൽമു പഠിക്കാനുള്ള അവസരം നൽകും. ആ ഇൽമു പഠിക്കുന്നതിലൂടെ ഒരാൾക്ക് അമലുകൾ ചെയ്യാൻ സാധിക്കും, തഖ്വ പാലിക്കാൻ സാധിക്കും, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ സാധിക്കും, അയാൾക്ക് കൃത്യമായ ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കും, അതിൻ്റെ പരിപൂർണതയോടുകൂടി ചെയ്യാൻ സാധിക്കും. എങ്ങനെ ചെയ്യണം എന്ന് കൃത്യമായി അയാൾക്ക് ബോധ്യമുണ്ടാകും. എന്നാൽ ഒരാൾ അജ്ഞനാണെങ്കിൽ, അറിവില്ലാത്ത ഒരാളാണെങ്കിൽ അയാളുടെ ഇബാദത്തുകളിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ടാകും, വീഴ്ചകളുണ്ടാകും, ന്യൂനതകളുണ്ടാകും, കുറവുകളുണ്ടാകും. അതുകൊണ്ടാണ് സഹോദരങ്ങളെ പഠിക്കണമെന്ന് പറഞ്ഞത്. നിങ്ങൾ നോക്കൂ, പഠിച്ച് അത് പ്രാവർത്തികമാക്കി എന്നിട്ട് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം. അതിൻ്റെ പേരിലൊക്കെ ക്ഷമ കൈക്കൊള്ളണം, അല്ലെങ്കിൽ നഷ്ടക്കാരാണ്, നരകക്കാരായി പോകും എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. പഠിക്കാതെ നമുക്കെങ്ങനെ ഇതൊക്കെ സാധിക്കും? ഒരാൾക്ക് അറിവില്ലാതെ ഒരാൾ എങ്ങനെ പ്രവർത്തിക്കും?
എങ്ങനെ അയാൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും? ഏറ്റവും കുറഞ്ഞത് അവനവൻ്റെ വീട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ, അവനവൻ്റെ കുടുംബത്തിന് പറഞ്ഞു കൊടുക്കണ്ടേ, മക്കൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? അതിനുവേണ്ടിയുള്ള ഇൽമെങ്കിലും വേണ്ടേ? പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഫാഖിദു ശൈഇ ലാ യുഅതീഹി, ഒരാളുടെ കയ്യിൽ ഒന്നുമില്ല, അയാൾ എങ്ങനെ അയാൾക്ക് കൊടുക്കാൻ സാധിക്കും? അയാൾക്കൊന്നും കൊടുക്കാൻ സാധിക്കുകയില്ല. ഒരാളുടെ കയ്യിൽ ഇൽമില്ലെങ്കിൽ അയാൾക്ക് എങ്ങനെ കൊടുക്കാൻ സാധിക്കും? നേരെ മറിച്ച് ഒരാൾ പഠിച്ചാൽ അയാൾക്കത് ഉപയോഗിക്കാൻ സാധിക്കും. അയാളുടെ ജീവിതത്തിൽ, മറ്റുള്ള ആളുകളുടെ ജീവിതത്തിലൊക്കെ അതിന് സ്വാധീനമുണ്ടാക്കാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. അവസാനമായി ഷെയ്ഖ് റഹിമഹുല്ല ഈ അദ്ധ്യായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള മറ്റൊരു ഹദീസാണ് റിവായത്ത് ചെയ്തിട്ടുള്ളത്. ഷെയ്ഖ് പറഞ്ഞു, വഫി ഹദീസിൽ ബറാഇ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു أن المرتاب هو الذي يقول إذا سأله الملكان ها لا أدري سمعت الناس يقولون شيئا فقلته. മഹാനായ സഹാബി അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്ത ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: അന്നൽ മുർതാബ ഹുവല്ലദീ യഖൂലു ഇദാ സഅലഹുൽ മലക്കാനി, ഖബറിൽ വെച്ച് രണ്ട് മലക്കുകൾ വന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അറിവില്ലാത്ത, അജ്ഞതയിൽ കഴിഞ്ഞുപോയി അങ്ങനെ ജീവിച്ചു മരിച്ച സംശയാലുവായ ഒരു മനുഷ്യൻ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഉത്തരം പറയുക ഹാ ഹാ ലാ അദ്രി, ഹാ ഹാ എനിക്കറിയില്ല. സമിഅതു الناس يقولون شيئا فقلته, ജനങ്ങൾ പലതും പറയുന്നുണ്ടായിരുന്നു, അത് കേട്ട് ഞാനും അവരോടൊപ്പം പറയുകയുണ്ടായി. സഹോദരങ്ങളെ, ഈ ഹദീസ് സുദീർഘമായ ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളിൽപ്പെട്ട ഒരാളുടെ ജനാസയിൽ പങ്കെടുക്കാൻ എത്തിയ സന്ദർഭത്തിൽ അവിടെ ലഹദ് അഥവാ ഖബർ അതിൻ്റെ പണി തീർന്നില്ലായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അതിനുവേണ്ടി കാത്തിരിക്കുന്ന സന്ദർഭത്തിൽ, ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ ഇരുത്തിക്കൊണ്ട് സുദീർഘമായ ഒരു ഹദീസ് വിശദീകരിച്ചു നൽകിയത്. അഥവാ ഒരാളുടെ മരണമാസന്നമായത് മുതൽ അയാൾ ഖബറിലെത്തി പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അർദുൽ മഹ്ശറിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വരെ അയാൾ ഖബറിൽ കിടക്കുന്നതുമായി ബന്ധപ്പെട്ട് അറിയിച്ച ഹദീസാണിത്. ഈ ഹദീസിലാണ് സഹോദരങ്ങളെ, ഏതൊരാളും മരണാനന്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കുന്ന രണ്ട് മലക്കുകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചത്. സുപ്രധാനമായ 3 ചോദ്യങ്ങൾ ഏതൊരാളും, അത് ഖബറിൽ മറമാടപ്പെട്ട ആളാവട്ടെ, അതല്ല കത്തിയെരിഞ്ഞ മനുഷ്യനാവട്ടെ, അതല്ല കടലിൽ വീണ് മത്സ്യം വിഴുങ്ങി അങ്ങനെ നുരുമ്പിപ്പോയ ശരീരമാവട്ടെ, ഏതൊരാളും, എല്ലാവരും ഈ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചത്. ആ 3 സുപ്രധാനമായ ചോദ്യങ്ങൾ ഇപ്രകാരമാണ്, ഇവയാണ്: മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിക്കും. മാ ദീനുക, ഏതാണ് നിന്റെ ദീൻ എന്ന് ചോദിക്കും. മൻ നബിയുക, ആരാണ് നിന്റെ പ്രവാചകൻ, നിന്റെ നബി എന്ന് ചോദിക്കും. ഈ ചോദ്യങ്ങൾക്ക് ഒരു സത്യവിശ്വാസി മാത്രമേ ഉത്തരം പറയുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സത്യനിഷേധിയായ, ഇവിടെ ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതുപോലെ അൽ മുർതാബ്, സംശയാലുവായി, നിഷേധിയായി, നിഫാഖിന്റെ അടിസ്ഥാനത്തിൽ മുനാഫിഖായി അങ്ങനെ ജീവിച്ചു പോയ ഒരാൾ പറയുക ഹാ ഹാ ലാ അദ്രി എന്നാണ്, എനിക്കറിയില്ല എന്നാണ് പറയുക. സഹോദരങ്ങളെ, അൽ ജഹാല എന്നത്, അജ്ഞത എന്നത് എത്ര ഗുരുതരമായ അപകടമാണ് എന്ന് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരും. കാരണം ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണും കാതും ചിന്താശേഷിയുള്ള ഹൃദയവും എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. എന്നാൽ പഠിക്കാനോ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ ഒരാൾ ശ്രമിക്കാതെ അങ്ങനെ മരിച്ചുപോയാൽ അയാളുടെ ഖബർ ജീവിതം മുതൽ തന്നെ, ബർസഖി ജീവിതം മുതൽ തന്നെ അയാൾക്ക് പ്രയാസകരമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സന്ദർഭത്തിൽ ഉറപ്പിച്ചു നിർത്തുക സഹോദരങ്ങളെ, ഈമാനുള്ള, അറിവുള്ള സത്യവിശ്വാസികളെ മാത്രമാണ്. അതാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സൂറത്തു ഇബ്രാഹിമിലൂടെ നമ്മെ അറിയിച്ചത്. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി
ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു കൂട്ടരാണോ ഈമാൻ ഉൾക്കൊണ്ടത് അഥവാ പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ഒക്കെ ചെയ്ത സത്യവിശ്വാസികളെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്. അവരെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും ബിൽ ഖൗലി സാബിതി, സുസ്ഥിരമായ വാക്കുകൊണ്ട്, ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ഇഹലോകത്തും പരലോകത്തും. അഥവാ സഹോദരങ്ങളെ, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ അള്ളാഹു അത്തരം ആളുകൾക്ക് സ്ഥിരത നൽകും. അതുപോലെ ഖബറിലെ ചോദ്യങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം പറയാനുള്ള തൗഫീഖ് നൽകും. നിങ്ങൾ നോക്കൂ, ശേഷം അള്ളാഹു പറഞ്ഞു വയുദില്ലുല്ലാഹു ദാലിമീൻ, അതിക്രമകാരികളായ ആളുകളെ അള്ളാഹു തെറ്റിച്ചു കളയും. സഹോദരങ്ങളെ, അതുകൊണ്ട് അജ്ഞത എന്നത് വളരെ ഗൗരവമായ തിന്മയാണ്, വൻപാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പഠിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. ഒരിക്കലും നമ്മുടെ പഠനം അവസാനിക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സഹോദരങ്ങളെ, എത്ര എളുപ്പമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ വിഷയത്തിൽ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ എന്ത് മറുപടി പറയും എന്നുകൂടി നമ്മൾ ചിന്തിക്കുക. ഇൽമു പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം നമ്മൾ ആവർത്തിച്ച് കേൾക്കേണ്ടതുണ്ട്. അപ്പോഴേ നമുക്കൊരു ഉഷാർ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പിന്നെയും അലസതയിലായി പോകും. ഇതെന്താണിത്, ഇതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന നല്ല ബോധ്യം നമുക്കുണ്ടാവണം. ചെറിയൊരു കാര്യമല്ല ഇൽമു പഠിക്കുക, പഠിപ്പിക്കുക എന്നതൊക്കെ. വലിയ ശ്രേഷ്ഠതകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം വരെ അവൻ്റെ ദീൻ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ഉപകാരപ്രദമായ ഇൽമു നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വ അഅ്ലം. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.